തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. മൊത്തം 56,173 സ്ഥാനാർത്ഥികൾ ഇന്നലെ വരെ പത്രിക നൽകിയിട്ടുണ്ട്. അതേസമയം ഇരു മുന്നണികളിലും ബിജെപിയിലും ഇനിയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല. വിമതശല്യം പലയിടത്തും മുന്നണികൾക്ക് തലവേദന സൃഷ്ടിക്കും. ഇന്ന് വൈകിട്ട് 3 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. ഇന്നലെ വരെ 56,173 സ്ഥാനാർത്ഥികൾ സംസ്ഥാനത്താകെ പത്രിക നൽകിയിട്ടുണ്ട്. ഇതിൽ 17,443 പേർ പുരുഷന്മാരും 17,167 പേർ സ്ത്രീകളുമാണ്. നാളെയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. 17 വരെ പത്രിക പിൻവലിക്കാം. അതിനുശേഷമേ യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകൂ. എന്നാൽ ഇരുമുന്നണികളിലും ബിജെപിയിലും പലയിടത്തും ഇനിയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല. ഘടകകക്ഷികളുടെ അതൃപ്തിയാണ് മുന്നണികൾക്ക് പ്രധാനമായും തലവേദന സൃഷ്ടിക്കുന്നത്. പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളും പ്രമുഖ കക്ഷികൾക്ക് കീറാമുട്ടിയാകുന്നു. മലപ്പുറം, കോട്ടയം, കൊല്ലം ജില്ലകളിൽ UDF-ൽ തർക്കങ്ങൾ അവശേഷിക്കുകയാണ്. മലപ്പുറത്ത് ലീഗുമായും കോട്ടയത്ത് കേരള കോൺഗ്രസ് എമ്മുമായും ചില സ്ഥലങ്ങളിലെങ്കിലും കോൺഗ്രസ് നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥിതി നിലവിലുണ്ട്. തൃശൂർ, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഭിന്നത തുടരുന്നു. UDF-നോളം പ്രശ്നങ്ങളില്ലെങ്കിലും LDF-ലും തർക്കങ്ങൾ തുടരുകയാണ്. മുന്നണിക്ക് പുറത്ത് പ്രാദേശികമായി നീക്കുപോക്കുകൾ ഉണ്ടാക്കാൻ ചിലയിടങ്ങളിൽ കഴിഞ്ഞെങ്കിലും ആലപ്പുഴയിൽ JSS ഗൗരിയമ്മ വിഭാഗത്തെയും മറ്റും അനുനയിപ്പിക്കാനായിട്ടില്ല. BJP SNDP കൂട്ടുകെട്ട് പൂർണ്ണാർത്ഥത്തിൽ നിലവിൽ വന്നിട്ടില്ലെങ്കിലും പലയിടത്തും SNDPക്ക് സ്വീകാര്യരായ സ്ഥാനാർത്ഥികളെ അവർ നിർത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വ മോഹികളെ എങ്ങനെയും അനുനയിപ്പിച്ച് വിമതശല്യം ഒഴിവാക്കാനാണ് എല്ലാ കക്ഷികളുടെയും നേതാക്കളുടെ ശ്രമം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.